ഏകദേശം 10-40 വർഷത്തോളമായി മഹാനായ കട്ടിപ്പാറ ഉസ്താദിനെ കാണാൻ തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെയും പ്രയാസകരമാകുന്നൊരു രംഗം ഒരിക്കലും കാണാതെ കേൾക്കാതെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം. ആരുമായും ഇടപെടുമ്പോൾ എന്നോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് തോന്നിപ്പിക്കുന്നൊരു പ്രകൃതി. പ്രത്യേകിച്ച് ഇന്ന് സമൂഹത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആർക്കും തീർക്കാൻ കഴിയാത്ത പ്രശ്നം കട്ടിപ്പാറ ഉസ്താദിന് മുമ്പിൽ കിട്ടിയാൽ അത് വളരെ രസകരമായി, വളരെ സന്തോഷകരമായി പ്രശ്നപരിഹാരം അത് മാത്രം മതിയാവും ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം. തെറ്റി നിൽക്കുന്ന രണ്ടാളുകളെ നന്നാക്കിയാൽ 100 ഷഹീദിന്റെ കൂലിയെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എത്ര ശുഹദാഇന്റെ കൂലിയായിരിക്കും മഹാനായ കട്ടിപ്പാറ ഉസ്താദിന് ലഭിക്കലുണ്ടാവുക. ഏതൊരു മീറ്റിങ്ങിന് വന്നാലും ആദ്യാവസാനം ആ മീറ്റിങ്ങിലുണ്ടാവും. രോഗം ബാധിച്ച സമയത്തും മീറ്റിങ്ങിൽ വന്നുകൊണ്ട് ആ മീറ്റിങ്ങിനിടയിൽ ഹോസ്പിറ്റലിൽ പോയ എത്രയോ സമയങ്ങൾ ഇവന് ഓർക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് പിന്നെയും മീറ്റിങ്ങിലേക്ക് തന്നെ വരുന്നത് ഒരു പ്രസ്ഥാനത്തോട്, സ്ഥാപനത്തോട്, സമൂഹത്തോട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ സമൂഹത്തോടുള്ളൊരു ഉത്തരവാദിത്വ ബോധം. ഞാൻ കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് സാധാരണ അനുസ്മരണ പ്രഭാഷണത്തിൽ ആവർത്തനങ്ങളായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ മകൻ ഫضل സഖാഫി ആണെങ്കിലും, സഹിൽ സഖാഫി ആണെങ്കിലും, കൂറ്റമ്പാറ ഉസ്താദ് ആണെങ്കിലും, ഉബൈ സഖാഫി ഉസ്താദ്, എല്ലാവരും ഒന്നും ആവർത്തനങ്ങളില്ലാതെ, ഇനി നേരം പുലരോളും പറഞ്ഞാലും ആവർത്തനങ്ങൾ വരില്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടെ അനുഭവങ്ങൾ കട്ടിപ്പാറ ഉസ്താദിൽ കാണാൻ കഴിയും. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, മഅദിനിൽ ആദ്യമായി സനദ് കൊടുക്കുന്ന രംഗം 2019 അന്ന് മർക്കസിൽ പരീക്ഷയുടെ സമയമാണ്. പകലിലാണ് സനദ് കൊടുക്കുന്നത്. എല്ലാ ഉസ്താദുമാരും വരണമെന്ന് നിർബന്ധമുണ്ട്. നിശ്ചയിച്ച് കുടുങ്ങിയും ചെയ്ത് മർക്കസിലാണെങ്കിൽ സനദ് പരീക്ഷാ സമയമാണ്. എല്ലാ ഉസ്താദുമാരും മഹാനായ ശൈഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ തൊട്ട് മർക്കസ് ചുള്ളിക്കോട് ഉസ്താദ്, കട്ടിപ്പാറ ഉസ്താദ് തൊട്ട് വില്ലാപ്പള്ളി ഉസ്താദ് തൊട്ടിട്ട്, അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് മറക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഈ ആവശ്യത്തിന് വേണ്ടി മർക്കസിലെ പരീക്ഷ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഏത് വിഷയം ഉണ്ടെങ്കിലും ആ വിഷയത്തിൻ്റെ ഗൗരവം മർക്കസിലെ എല്ലാ വിഷയത്തിൻ്റെയും ആദ്യാന്ത്യം AP ഉസ്താദ് ഒരു പ്രഭാഷണം തുടങ്ങിയ, മറ്റാരെങ്കിലും തുടങ്ങി അതിൽ കൂട്ടിച്ചേർക്കേണ്ട വല്ലതുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തേണ്ടവർ ഓർമ്മപ്പെടുത്തി അങ്ങനെ അത് പരിപൂർണമാക്കുക. ഒരു ന്യൂനതയില്ലാതെ അത് ഏത് സദസ്സിലെത്തിയാലും എവിടെ എത്തിയാലും അത് കാമിലാക്കുക. അതുകൊണ്ട് തന്നെ കാമിലായി ഈ ലോകത്തോട് വിട പറഞ്ഞു. റബ്ബനി ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. 5 പെൺമക്കള്, അവരുടെ ഭർത്താക്കള്, 2 ആൺമക്കള്, അവരുടെ ഭാര്യമാര്, പ്രത്യേകിച്ച് ആ കുടുംബ ജീവിതത്തിൽ അവരും പ്രിയപ്പെട്ടയും തമ്മിലുള്ള അങ്ങേയറ്റത്തെ ബന്ധം റബ്ബേ അവർക്കെല്ലാം നീ ക്ഷമ, അവരുടെ സഹോദരങ്ങൾ
അവരെ സഹോദര സഹോദരിമാർ, അവരെ ഭർത്താക്കള്, ഭാര്യമാര്, കൂട്ടുകുടുംബങ്ങൾ, ശിഷ്യന്മാർ, എല്ലാവർക്കും നീ ക്ഷമ സമാധാനം നൽകണേ അല്ലാഹ്. ക്ഷമ സമാധാനം നൽകണേ അല്ലാഹ്. ഹയാത്ത് കാലത്ത് കഴിഞ്ഞതിനേക്കാൾ ഏറെ ആ കുടുംബത്തിന് അവരെന്തെല്ലാം ചെയ്തു അതെല്ലാം ചെയ്യാൻ അവരെ മക്കൾക്കും ശിഷ്യന്മാർക്കും ഈ സ്ഥാപനത്തിനും കട്ടിപ്പാറ ഉസ്താദിന്റെ മനസ്സ് മുഴുവനും ഏറ്റവും അവസാനത്തെ പ്രഭാഷണം ഈ നാട്ടിലായിരുന്നല്ലോ. അവസാനം ഇവിടെ നിന്നല്ല, വേറെ പറഞ്ഞില്ലല്ലോ. അന്നത്തെ പ്രഭാഷണത്തിൽ അസഹ്യമായ വേദനയുണ്ട്, കരച്ചിൽ ധാരാളം വരുന്നുണ്ട്. അപ്പോഴും ഒരാളെ പോലും ഓർക്കാൻ വിട്ടുപോയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓരോരുത്തരുടെയും പഴയകാല പേരുകളൊക്കെയും എടുത്തു പറഞ്ഞു. നാടാക്കി തീർത്ത രംഗം പറഞ്ഞു, ഇനി നാട് ചെയ്യേണ്ട രംഗം പറഞ്ഞു. അപ്പോഴും ഉസ്താദിന്റെ മനസ്സിൽ ഈ മഹല്ലത്ത് ചമ്പ്രംകുണ്ട എന്ന ഈ മഹല്ലത്ത്, ഇത്രയും ഒരു കുടിയേറിപ്പാർത്ത സ്ഥലത്ത്, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരുന്ന ഒരു പ്രദേശത്ത്, പരമദരിദ്രായിരുന്ന ഒരു കാലത്ത്, എടുക്കപ്പെടാത്ത നാണയങ്ങളെപ്പോലെ കണ്ടിരുന്ന കാലത്ത്, ഇന്ന് കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി ഒരഡ്രസ് ഈ നാടിനുണ്ടാക്കി ഇവിടെ നിന്ന് വരുന്ന ധാരാളം പണ്ഡിതന്മാർ പലയിടങ്ങൾ പ്രഗത്ഭരായി. ഇന്ന് ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരിൽ മഹാഭൂരിഭാഗവും ഇവിടുത്തെ സന്തതികൾ തന്നെയായി. ഇനി അതിനൊരു കോട്ടവും പറ്റാതെ ഖിയാമത്ത് വരെ നിലനിർത്തുക എന്നതാണ് ഇവിടെ കൂടിയ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളുടെ, ഉസ്താദിന്റെ ഖാദിമീങ്ങളുടെ, ഉസ്താദിനെ സ്നേഹിക്കുന്നവരുടെ ബാധ്യത. ഒരു സ്ഥാപനം നടത്തിപ്പോകാൻ അതിനൊരു ഫിൽസ് എവിടെങ്കിലും കിട്ടുമെങ്കിൽ ഉസ്താദിന് വേണ്ടി പോകാൻ വലിയ വലിയ സംഖ്യ കിട്ടിയിട്ടല്ല. 50 ദിർഹമാണെങ്കിൽ 50 ദിർഹം, 100 ദിർഹമാണെങ്കിൽ 100 ദിർഹം. ഒരു സുഖമില്ലാത്ത ടൈമിൽ പോയിക്കൊള്ളോ. കഴിഞ്ഞ റംസാൻ സുഖമില്ലാത്ത ടൈമിൽ ഫുള്ള് വിഷമിക്കേണ്ട സമയത്ത് ഞാൻ ഇപ്പോഴും കഴിഞ്ഞ റംസാനൊക്കെ ചോദിച്ചു, ആ കുട്ടികൾ പട്ടിണി കിടക്കൂലേ? ആ കുട്ടികൾ പ്രയാസപ്പെടൂലേ? സ്വന്തം ഭാര്യക്കോ മക്കൾക്കോ ആവശ്യത്തിന് വേണ്ടി ഒരാളെയും സമീപിച്ചിട്ടില്ല, ഒരാളോടും വേദനകളും വിഷമങ്ങളും ഉസ്താദ് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ കഴിഞ്ഞ റമദാനൊക്കെ ഉസ്താദ് വന്ന രംഗം കണ്ടാൽ, ആ റമദാനിൽ വളരെ പ്രയാസമുള്ള സമയത്ത്, എന്നിരുന്നാലും ഈ സ്ഥാപനത്തിന്, ഈ നാടിന്, അവിടുത്തെ പ്രസ്ഥാനത്തിന് ഒരു ചെറിയ പോറല് പോലും, ഒരു ചെറിയ ക്ഷീണം പോലും ഏൽക്കരുതെന്ന ആ മനസ്സിലെ ഹിമ്മത്ത്. എത്രയാണ് ആ ഹിമ്മത്ത്? ഇന്നൽ ഇൻസാന യതീറു ബിഹിമ്മതിഹി ഖത്വൈരി ബിജനാഹിഹി. ഹിമ്മത്തുൽ റിജാലി തഹദിമുൽ റിജാൽ വലാ ബുദ്ദ ലിത്വാലിബിൽ ഇൽമി മിൻ ഹിമ്മത്തിൻ ആലിയ ഫലാ യർളാ ബിയസീരിൻ മഅ ഇംകാനി കസീർ ഖൈറു മാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ. കുറേ പറയാൻ. ലഹു ഹിമ്മമുൻ ലാ മുൻതഹ ലി കിബാരിഹാ വഹിമ്മതുഹു സുഗ്റാ ജല്ലു മിനദ് ദഹരി. കട്ടിപ്പാറ ഉസ്താദിനെ ഇതര വ്യക്തിത്വങ്ങൾ വേറിട്ട് നിർത്തുന്നതിൽ ഏറ്റവും വലുത് മഹാനവളുടെ ഹിമ്മത്താണ്. എവിടെയും പതറാതിരിക്കുക. ആ രോഗം മൂർച്ഛിച്ച് അതിഗുരുതരാവസ്ഥയിൽ എത്തുന്ന സമയത്ത് പോലും മഹാനായ ശൈഖുന സുൽത്താൻ മക്ക അന്തപുര ഉസ്താദിന്റെ കൈപിടിച്ചിട്ട് നിങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ എന്ന് പറയണമെങ്കിൽ ആ ഹിമ്മത്തിന്റെ ആയം എത്രയായിരിക്കും? മഹാനായ ഉസ്താദുള്ള ഹിമ്മത്ത് നമുക്ക് പാഠമായിരിക്കണം. 81 വയസ്സല്ലേ? 80 വയസ്സ്. റബ്ബനി അത് ജീവിച്ച ഓരോ കാലങ്ങളും. ഇന്നാ നഹ്നു നുഹിൽ മൗത. ഹൃദയം ചത്ത് കിടക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഹയാത്താക്കും. കട്ടിപ്പാറ ഉസ്താദിലൂടെ എത്ര ദീനുമായി ബന്ധമില്ലാത്ത ആളുകളെ, അകന്നുപോയ ആളുകളെ, അറിയാത്ത ആളുകളെ ഒരു ഉന്നത മഹല്ലത്താക്കി, ഒരു ഉന്നത ശിഷ്യ വലയമുണ്ടാക്കി. ഈ 38 കൊല്ലം മർക്കസിലായി, 53 കൊല്ലം ദർസുകളിലായി, അരനൂറ്റാണ്ടിലേറെ കാലം ആയിരക്കണക്കിന് ശിഷ്യന്മാർ, 15,000-ഓളം വരുന്ന സഖാഫിമാരിൽ 10,000-ലേറെയും സഖാഫിമാർ കട്ടിപ്പാറ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ടവരായിരിക്കും.
അവരുടെ ശിഷ്യന്മാർ കൂട്ടുമ്പോ ഇങ്ങനെ വനക്തുബു മാ ഖദ്ദമു വആസാറും, ഹയാത്ത് കാലത്ത് ചെയ്ത ആസാറും, ഇനി അങ്ങോട്ട് ഇതിൽ നിന്ന് സ്ഥാപനങ്ങൾ വളർന്ന് പന്തലിക്കണം. ഇത് ഭൂമികൾ കൂടണം, സ്ഥാപനങ്ങൾ കൂടണം, പ്രവർത്തനങ്ങൾ സജീവമാവണം. ഇതിന് ഒരു നിലക്കുള്ള കുറവും സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം റബ്ബേ ഉസ്താദിന്റെ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹ് കുടുംബത്തിനോ ഈ നാടിനോ അവരുടെ സ്ഥാപനങ്ങൾക്കോ ഒന്നിനും ഒരു നിരക്കുള്ള പ്രയാസവും നീ നൽകല്ല അല്ലാ. റബ്ബേ ഹയാത്ത് കാലത്ത് അവിടെ എന്തെല്ലാം ആഗ്രഹിച്ചോ അതെല്ലാം അവിടുത്തെ മക്കളിലൂടെ, അവിടുത്തെ ശിഷ്യന്മാരുടെ ഈ സ്ഥാപനത്തിലൂടെ അതിനേക്കാൾ ഭംഗിയായി നടത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ.